C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അല്ല, ഒറ്റയ്ക്ക് ഓടിച്ചു പോവാന്നോ? അതോ ഈ വയ്യാത്ത അവസ്ഥയില്? വാ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം. അയ്യോ ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കൊണ്ടുവിടാം. വേണ്ടെന്നേ, ഞാൻ പോയിക്കോളാം. ആ എന്നാ ശരി. അതെ, നമ്മളിനി എന്നാ കാണാ? നമ്മളിനി കാണോ? അല്ല, എന്തുകൊണ്ട് കണ്ടുകൂടാ? ഇതുപോലെ എവിടെങ്കിലും വെച്ച് കാണില്ലേ? എനിക്കറിയില്ല. എന്റെ മനസ്സ് പറയുന്നു മീനുവിനെ കാണുമെന്നും സംസാരിക്കുമെന്നും. അതിന് നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ലല്ലോ. സോറി, എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എന്റെ പേര് പ്രതാപൻ. വലിയൊരു കുടുംബത്തിലെ അംഗമാ. അച്ഛൻ ജഡ്ജാ. ഓ, അപ്പോ വലിയ കക്ഷിയാണല്ലോ. എനിക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. എന്ത് ചെയ്യുന്നു? ഞാനൊന്നും ചെയ്യുന്നില്ല. ഒരു 500 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കല എന്റെ പണി. അതെന്ത് ജോലിയാ? ഞാനൊരു ബിസിനസ്സുകാരനാ മീൻ. 500 പേർക്ക് ഡയറക്റ്റായി, അത്രയും പേർക്ക് ഇൻഡയറക്റ്റായി ജോലി കൊടുക്കുന്നു. എന്നെ കൊണ്ട് അതിനൊക്കെ എല്ലാം കഴിയൂ. അപ്പോ ഞാൻ പരിചയപ്പെട്ടത് ഒരു നിസ്സാരക്കാരനെ അല്ല. അല്ല, മീനുവിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്തിനാ മാഷെ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരെ കുറിച്ച് അറിയുന്നേ? നിങ്ങളുടെ മുന്നില് ഞങ്ങളൊന്നും ആരുമല്ല. മീനുവിന് അങ്ങനെ എന്തെങ്കിലും കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അത് എന്നോട് വേണ്ട. എനിക്ക് വലിയവൻ ചെറിയവൻ എന്നുള്ള വലിപ്പ ചെറുപ്പമൊന്നുമില്ല. എന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാ. പണം മാത്രമല്ലേ എല്ലാവരുടെയും കയ്യിൽ ഒരുപോലെ ഇല്ലാതുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, മീനുവിന്റെ ഈ സൗന്ദര്യം കാശുള്ള വീട്ടിലെ പെണ്ണിനുണ്ടാവുമോ? പ്രതാപേട്ടൻ പറഞ്ഞത് ശരിയാ. സോറി, ഇത്രയും സംസാരിച്ചപ്പോ ഞാൻ അറിയാതെ അങ്ങനെ വിളിച്ചു പോയതാ. മീനുവിനെ ഞാൻ മീനുകുട്ടിന്ന് വിളിച്ചോട്ടെ? മീനുവിനെ കണ്ടപ്പോ എന്തോ മുൻജന്മ ബന്ധം പോലെ. ദൈവം നമ്മളെ കൂട്ടിമുട്ടിച്ചതാണോ എന്നൊരു തോന്നൽ. പരിചയപ്പെട്ട ഉടനെ ഒരു പെൺകുട്ടിയോട് ഫോൺ നമ്പർ ചോദിക്കുന്നത് ചീപ്പാണെന്ന് അറിയാഞ്ഞിട്ടല്ല. മീനുട്ടിയെ ഇനി കാണാതെ പോയാലോ എന്നുള്ളൊരു സംശയം കൊണ്ട് ചോദിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.